നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. എന്റെ പേര് ബൈജു എന്നാണേ. മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്നൊരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്? ഓപ്പറേഷൻ ആയിരുന്നു എന്താന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഡീറ്റെയിൽസ്, സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നതെന്നുള്ള. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? ഇല്ല, ബോട്ടം സർജറി ഇവിടെ ഇല്ല കേട്ടോ സാർ. ഇന്നലെ ഞാൻ ജാസി ആയിഷയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ചെയ്യാൻ നേരത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ചെയ്തിട്ടില്ല, അതായത് ഡൗൺ സർജറി ചെയ്തിട്ടില്ല, ബ്രസ്റ്റ് സർജറി ആണ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. പക്ഷെ എന്തോരം നാടകമാണ് ജാസി വന്ന് പബ്ലിക്കിന് മുന്നിൽ കാണിക്കുന്നത്. സാഡ് BGM കുത്തി കയറ്റിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നു, അതിനുശേഷം പിന്നെ അതൊരു വ്ളോഗായിട്ട് യൂട്യൂബിൽ ഇടുന്നു. എന്തൊക്കെയാണ് കാണിക്കുന്നത്? എന്തായാലും ഇന്നൊരു പുള്ളിക്കാരൻ ഈ പുള്ളി സർജറി നടത്തിയെന്ന് പറയുന്ന ആ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. പ്രിയപ്പെട്ടവരെ നോക്കൂ, പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് റെനൈ മെഡിസിറ്റിയിലേക്ക് വിളിക്കേണ്ടി വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജാസി തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരം. ഈ റെനൈ മെഡിസിറ്റിയിൽ ബോട്ടം സർജറി ഇല്ല, അതാണ് സംഭവം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ജാസി പിന്നെ എന്തിനാണ് ഇങ്ങനൊരു നാടകം ഇവിടെ ഉണ്ടാക്കിയത്? ഇതിൻ്റെ ആവശ്യമല്ല ഉണ്ടോ? അതായത് ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വരെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജാസി. കാര്യം അമ്മാതിരി കോപ്രായങ്ങളാണ് കിടന്ന് കാണിക്കുന്നത്. പ്രഗ്നൻസി നാടകം എന്തായിരുന്നത് നിങ്ങൾ കണ്ടതാണല്ലോ. അതെന്തുകൊണ്ടാണ്? അവർ പറയുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാതെ വരികയും അവർ മാനിപ്പുലേറ്റ് ചെയ്ത ഒരുപാട് സ്റ്റോറികൾ സൃഷ്ടിക്കുകയും അത് നമ്മളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ വളരെ അരോചകമായി നമുക്ക് തോന്നുകയും അതിനെ നമുക്ക് പ്രതികരിക്കാൻ തോന്നുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളർന്ന് പൊന്തി സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വളഞ്ഞു കൂടി നിൽക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ജാസിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചെയ്ത വീഡിയോകളിലൊക്കെ ഒരു 10% വരുന്ന ആളുകൾ കമന്റ് ചെയ്ത് കണ്ടു, നിങ്ങൾ എന്തിനാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത്? അവരുടെ വ്യക്തി ജീവിതമല്ലേ അത്? അതെ, ഒരുപാട് പേരുടെ ഒരു കമന്റാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കി, ജാസിയാണ് ഇവിടെ വന്നിരുന്ന കുറെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് ആരായാലും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം ഇതൊക്കെ ചെറിയ കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. പബ്ലിക്കിന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നാടകങ്ങൾ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പം അതിന്റെ സത്യാവസ്ഥയെങ്കിലും പബ്ലിക്കിന് മുന്നിൽ എത്തിക്കാനായിട്ട് നോക്കണം. ഇത് അതുപോലും ചെയ്യാതെ ബോട്ടം സർജറി ചെയ്തു എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള നാടകം കിടന്ന് കാണിക്കുവാണ്. ഒരു ഉളുപ്പും ഇല്ലാതെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും. നിങ്ങൾക്ക് അവരെ വെച്ച് റീച്ച് കൂട്ടാനാണോ നിങ്ങളുടെ പരിപാടി? അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്നൊക്കെയുള്ള കമന്റുകളാണ് വരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരുടെ വ്യക്തിപരമായ ജീവിതം അവർ തുറന്നു കാട്ടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അതും വളരെ പബ്ലിക്കായിട്ട് തന്നെയല്ലേ അവർ പറയുന്നത്. അപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള സോഷ്യൽ കമ്മിറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക തന്നെ ചെയ്യും. യാതൊരു തർക്കവും ഇതിനകത്തില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോ കാണുന്ന നമ്മളെ എല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സത്യമായിട്ട് ജനങ്ങളെല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഗ്നൻസി നാടകം അറിയാമല്ലോ, എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഛർദ്ദിക്കാൻ പോകുന്ന പോലെ ആക്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയുന്നു. അതൊരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പിന്നെയും ഇത് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുവാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതൊക്കെയാണ് ജാസിയുടെ പരിപാടികൾ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ റെനൈ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. എന്റെ പേര് ബൈജു എന്നാണേ. മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്നൊരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്? ഓപ്പറേഷൻ ആയിരുന്നു എന്താന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഡീറ്റെയിൽസ്, സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നതെന്നുള്ള. ബോട്ടം സർജറി ഇല്ല അല്ലേ? കേട്ടല്ലോ, ബോട്ടം സർജറി ആ ഹോസ്പിറ്റലിൽ നടത്തത്തില്ല എന്ന്. അപ്പോൾ ഈ ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താ ഇവിടെ കാണിച്ചത്? ഈ ഹോസ്പിറ്റലുകാർ ശരിക്കും പറഞ്ഞാൽ ഈ ജാസിയുടെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. കാര്യം ഇങ്ങനെയുള്ള നാടകങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. ആ ഹോസ്പിറ്റലിനെ പറ്റി അറിയാവുന്ന ആൾക്കാർ എല്ലാവരും പറയുന്ന ഈ കാര്യമാണ്, അവിടെ ഒരിക്കലും ബോട്ടം സർജറി ചെയ്യത്തില്ല എന്ന്. പിന്നെ എന്തുദ്ദേശിച്ചിട്ടാണ് ജാസി ഇങ്ങനെയുള്ള തെറ്റായ ഒരു വിവരം പബ്ലിക്കിന്റെ മുന്നിൽ എത്തിക്കാനായിട്ട് ശ്രമിച്ചത്? ഇല്ല, ബോട്ടം സർജറി ഇവിടെ ഇല്ല കേട്ടോ സാർ. ഞാൻ ഈ വിളിച്ച സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ജാസിയായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ കൃത്യമായി അവർ എനിക്ക് മറുപടി തരികയാണ്, ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയം ആണ്. ഇനി ജാസി വന്നെടുത്ത വീഡിയോ എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബോട്ടം സർജറിയാ കഴിഞ്ഞെന്ന്. അത് വളരെ ശരിയാണ്. ജാസി ഇനി വന്ന് പറയാൻ പോകുന്ന ഡയലോഗാണ്, എൻ്റെ വീഡിയോയിൽ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ബോട്ടം സർജറിയാണ് നടത്തുന്നതെന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ പെണ്ണിലേക്കുള്ള ദൂരം വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ഡയലോഗ് അടിച്ചിട്ടുള്ളതെന്നായിരിക്കും പുള്ളിക്കാരൻ വന്നിരുന്ന് ന്യായീകരിക്കാൻ പോകുന്നത്. എന്തായാലും ഞാനിവിടെ ജാസി ഇട്ട ആ ഒരു വ്ളോഗിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാനിവിടെ കാണിക്കാം. എന്നൊക്കെ ഒരു തോന്നലായിരുന്നു കേട്ടോ മനസ്സ് മുഴുവൻ ഉണ്ടായിരുന്നത്. കാരണം നമ്മുടെ ദേഹത്ത് ലൈക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ അത് അറിയോ കണ്ടോ, നമ്മുടെ ദേഹത്ത് കട്ട് ചെയ്യുമ്പോഴൊക്കെ അത് അറിയോ എന്നുള്ള രീതിയിലാണ്
ജാസി ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പുള്ളി എന്താണ് നൈസായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നൈസായിട്ട് ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ തുറന്ന് പറഞ്ഞുകൂടെ ഞാൻ നടത്തിയത് ബ്രസ്റ്റ് സർജറിയാണ്, സിലിക്കോൺ വയ്ക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ ചെയ്തതെന്ന് ഓപ്പണായിട്ട് പറഞ്ഞാൽ ഇവിടെ ഒരു തെറ്റുമില്ല. ജാസിയുടെ ലൈഫാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ജീവിക്കാം. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഒരു മനുഷ്യർക്കും അത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഉടായ്പകൾ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ എടുത്ത് വെച്ച് പ്രതികരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളല്ലോ ഇന്ന സർജറിയാണ് കഴിഞ്ഞതെന്ന്, ഞാൻ പറഞ്ഞിട്ടുള്ളല്ലോ എൻ്റെ ഗർഭമാണ് നടക്കുന്നതെന്ന്. ഇതൊക്കെ വേണമെങ്കിൽ ജാസി വന്ന് പറയും. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജാസി ഓരോ മൊമെൻറ്റിലും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ അവനെ വിശ്വസിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് അവൻ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തായാലും ബോട്ടം സർജറി ജാസി ചെയ്തിട്ടില്ല. ജാസി ചെയ്തത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഒഴിവാക്കാം. അതൊരിക്കലും ജാസി പറഞ്ഞ പൂർണ്ണമായൊരു സ്ത്രീയിലേക്കുള്ള മാറ്റമല്ല. ഒന്ന്, ജാസി എന്ന് പറയുന്ന പുരുഷന് ഗർഭപാത്രമില്ല. 2, വജൈനൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും ജാസി എടുത്തിട്ടില്ല. 3, ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് ജാസി ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ജാസിയുടെ വീഡിയോ വെച്ച് നീ ഒരുപാട് റീച്ച് ഉണ്ടാക്കിയില്ലേ എന്ന് പറയുന്നവരോട് കൂടിയാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് വന്നിരുന്നിട്ട് ഡയലോഗ് അടിക്കുന്നത്. ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് ഇതിനൊന്നും വന്നിരുന്ന് ന്യായീകരിക്കാൻ നിൽക്കരുത്. ന്യായീകരിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും നേടാനല്ല. നിങ്ങൾ വെറുതെ പബ്ലിക്കിൻ്റെ വെറുപ്പ് സമ്പാദിക്കുകയാണ്. ഇവൻ നിങ്ങൾ സർജറി നടത്തിയെന്ന് പറഞ്ഞ സമയത്ത് പോലും ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കമൻ്റ് ഇട്ടും വീഡിയോ വരെ ചെയ്തിട്ടും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കി. പക്ഷേ ഇങ്ങനെയുള്ള തരികിടകൾ കാണിക്കുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങളെ ആൾക്കാർ വെറുക്കുകയല്ലേ ചെയ്യുന്നത്. ഇന്നലെ ആ വ്ളോഗിനകത്ത് കുറേ കാര്യങ്ങൾ ജാസി പറയുന്നുണ്ട്. അതായത് സർജറിക്ക് മുന്നേ ആ സംസാരങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ആരായിക്കഴിഞ്ഞാലും ഈ ഒരു വിഷയത്തിൽ തെറ്റിദ്ധരിക്കും. ഗൈസ്, അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഞാൻ റിനയിലാണ് ഉള്ളത്. കൊച്ചിയിലെ റീന ഹോസ്പിറ്റലിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ അർജുൻ ഡോക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ ഹോർമോണിൻ്റെയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ ബൈസ്റ്റാൻഡായിട്ടുള്ള സിസ്റ്ററാണ് ഉള്ളത്. ആഷി ഉണ്ടായിരുന്നു. ആഷി ഇവിടുന്ന് യാത്ര പറഞ്ഞു പോയി. ആൾക്ക് ഭയങ്കര സങ്കടമൊക്കെയാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വലിയ തീരുമാനമാണ് എൻ്റെ ലൈഫിലെ. ഞാൻ നല്ല ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇന്നിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയായി. നാളെ രാവിലെയാണ് എൻ്റെ സർജറി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞൊരു ഉച്ച കഴിഞ്ഞൊരു ഈവനിങ് ഒക്കെ ആകുമ്പോഴായിരിക്കും എന്നെ തിരിച്ച് IRC മാറ്റുന്നുണ്ടാവുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒരു നിസ്സാരപ്പെട്ട കാര്യമൊന്നും അല്ല. ഈ ഒരു ബോട്ടം സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പെയിൻഫുൾ ആണ്. അതിനെപ്പറ്റി ഇൻ്റർവ്യൂ കൊടുത്ത ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ ട്രാൻസ് വുമൺ ആയ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇതിനെപ്പറ്റി പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഈ ഒരു സർജറി കഴിഞ്ഞാൽ ഇത്ര നേരം ഒബ്സർവേഷൻ വയ്ക്കും, നമ്മുടെ കൂടെ ആൾ വേണം, ഭയങ്കര പാടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആണത്. ആ കാര്യത്തിനെയാണ് ജാസി വളച്ചൊടിച്ച് ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വലിയൊരു കോൺട്രവേഴ്സി ആക്കി ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഒരു വ്ളോഗൊക്കെ കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യരും വിചാരിക്കും ജാസി സർജറി ചെയ്തു എന്ന്. അങ്ങനെ തന്നെ തെറ്റിദ്ധരിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്കതാണ് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു ലൈഫ് ജേണിയാണ്, അവളിലേക്കുള്ളൊരു ദൂരമാണ്. കാരണം ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെയാണ് ഒരു ട്രാൻസ് പേഴ്സൺ ഒരു പെൺകുട്ടിയായി മാറുന്നത്, ഒരു പെണ്ണായിട്ട് മാറുന്നത്, ഒരു സ്ത്രീ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിന് കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട്. മെൻ്റലി നമ്മൾ ഓക്കെ ആവണം. ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ഒരു ട്രാൻസ് വുമൺ ആവുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുണ്ട്, കാര്യങ്ങളുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ പറ്റിയിട്ട് നല്ല ബോധമുണ്ട്. അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി കാണിച്ചിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ പേര് കൊണ്ടുവന്ന് ഹോസ്പിറ്റലുകാർ കേസ് കൊടുക്കുക, അവിടെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അത് ശരിയല്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേസ് എടുക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. കാര്യം ഇതൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ട് അവർക്ക്. മാന്യമായിട്ട് ഇവർക്ക് വന്ന് പറഞ്ഞൂടെ, ഞാൻ എൻ്റെ ബ്രസ്റ്റ് സർജറി ചെയ്യാൻ പോവുകയാണ്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവരും സപ്പോർട്ട് ചെയ്യും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ എന്നും പറഞ്ഞ് അത് വേറൊരു രീതിയിലോട്ട് ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് അങ്ങേയറ്റം ചെറ്റത്തരമാണത്. അത് ഒരു മേജർ സർജറി. പിന്നെ ട്രീറ്റ്മെൻറ്റുകളുണ്ട്, മെഡിസിൻസുകളുണ്ട്, പിന്നെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ലേസർ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചിട്ട് തന്നെയാണ് ഒരു ട്രാൻസ് അവരെ ഇഷ്ടപ്പെടുന്ന ഒരു ബോഡിയിലേക്ക് അവരെ സ്വത്വത്തെ കൊണ്ടുവരുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രാൻസ് പേഴ്സണായ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയി നിൽക്കുന്ന ഒരുപാട് പേരോടൊക്കെ സത്യമായി ഇപ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുകയാണ്. കാരണം അത്രത്തോളം ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയിട്ടുള്ളത്. അപ്പം ആ ഒരു അത്രയും സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആൾക്കാരെ വരെ അപമാനിക്കുന്ന പരിപാടിയല്ലേ നിങ്ങളിപ്പോൾ കാണിച്ചത്. എന്നിട്ടാണ് നിങ്ങൾ ഈ ഡയലോഗ് പറയുന്നത്.
അവരോടൊക്കെ റെസ്പെക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അവർ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. റെസ്പെക്റ്റ് ഉള്ള ഒരു മനുഷ്യരും ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നിൽക്കത്തില്ല. സോ ദൈവത്തെ ഓർത്ത് ജാസി ഇമാതിരി ഉടായിപ്പോയിട്ട് സോഷ്യൽ മീഡിയയിൽ വരരുത്. നിങ്ങൾ മാന്യമായിട്ടൊക്കെ വീഡിയോ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ജീവിച്ചോ, അതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ആരും ഇവിടെ ചോദിക്കാനൊന്നും വരത്തില്ല. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ 100% നമ്മളെല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. അത് യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ അതേപോലെ തന്നെ ഈ ആശി എന്ന് പറയുന്ന വ്യക്തി, ഇവന് സത്യം പറഞ്ഞ ബോധമൊന്നുമില്ലേ? അവനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇതതും ഇല്ലേടേ. കഷ്ടം തോന്നുന്നു കുറേ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. പാതയിലൂടെ ഞാനും പോവാണ്. പലപ്പോഴും ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സർജറി പേടിയാണ്, എനിക്ക് സൂചി കുത്തുന്നത് പേടിയാണ്. അതാണ് സർജറി പേടിയാന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇമാതിരി നാടകം കാണിച്ചിരിക്കുന്നത്. എനിക്കൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലും പേടിയാണെന്ന് പല ഇൻ്റർവ്യൂവിലും വന്നിരുന്ന ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഈ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നത്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ പേടി മാറി. കാരണം മനുഷ്യന്മാരെ നാട്ടിനേക്കാൾ എന്താ പറയുക, മൂർച്ച എന്താ പറയുക, ഡോക്ടർ വെക്കുന്ന കത്തിക്കില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലായി. അതുകൊണ്ട് ഞാൻ സർജറിക്ക് വേണ്ടി ഈ ഡയലോഗ് ആര് എഴുതി കൊടുത്തതെന്ന് അറിയത്തില്ല. ഇന്നലെ തൊട്ടേ പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു കാര്യമാണ്, മനുഷ്യന്മാരുടെ വാക്കിനേക്കാളും മൂർച്ച ഡോക്ടർമാർ വയ്ക്കുന്ന കത്തിക്കില്ല എന്ന്. ഇങ്ങനെയൊക്കെ ഒരു ബോധം പണ്ടേ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴേ സർജറി ചെയ്തേനെ. ഇതിൽ കൂടുതൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പൊട്ടന്മാരാക്കിയതാണ് ഇവിടെ. ഒരുപാട് പേര് ഈ ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊന്നും തുറക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത്. അതും ഡോക്ടേഴ്സ് ഉൾപ്പെടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഇവർ പ്രഗ്നൻസിയുടെ വീഡിയോ ഇട്ട സമയത്തെ കംപ്ലീറ്റ് സ്ത്രീകളെ അപമാനിക്കുന്ന പരിപാടിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരുന്നത്. ആ വിഷയത്തെ ഞാൻ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതാണ്. ഇപ്പം എന്താണ്ട് ഇവർ ഈ കാണിക്കുന്ന പ്രവൃത്തി എന്താണ്? കംപ്ലീറ്റ് ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടെ എല്ലാവരെയും കളിയാക്കുന്ന പരിപാടിയല്ലേ ഇവർ കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.